ഹായ്, എല്ലാവർക്കും സൈലം PSCയുടെ യൂട്യൂബ് സെക്ഷനിലോട്ട് സ്വാഗതം. നമുക്കിനി വരാൻ പോകുന്ന PSC എക്സാമിന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പാഠഭാഗം കൂടിയാണ് നമുക്ക് ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചർ എല്ലാം അല്ലെ. ഈ കഴിഞ്ഞ എക്സാമിലെല്ലാം PSC അതിനകത്ത് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? തീർച്ചയായും എഴുതണം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ഈ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇത് മുന്നേ PSC ചോദിച്ച ഒരു ചോദ്യമാണ്. നമ്മൾ കണ്ടിട്ടായിരിക്കും കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചെറിയൊരു നിലനിറക്കം പോലെയൊക്കെ വന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൊക്കെ പോകാനൊക്കെ നമുക്ക് തോന്നും. അതിൽ ഒന്ന് കേരള നടനം കൊടുത്തിരിക്കുന്നു. ശേഷം നമുക്ക് കൊടുത്തിരിക്കുന്നത് യക്ഷഗാനമാണ്. അതിനുശേഷം ചവിട്ട് നാടകം നൽകിയിരിക്കുന്നു. മറ്റൊന്ന് കൂടിയാട്ടവും നൽകിയിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിച്ചതും കൂടിയാണ് അല്ലെ. ഇതിലെല്ലാത്തിന്നും ഇതൊക്കെ ആരാണ് ഉപജ്ഞാതാക്കൾ, അവയുമായി റിലേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട വ്യക്തികൾ ആര് എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. നമുക്കിതിൽ ആദ്യം ഒന്ന് കേരള നടനം ഒന്ന് നമുക്ക് ജസ്റ്റ് കേരള നടനം ഒന്ന് നമുക്ക് നോക്കിയിട്ട് പോവാം. നമ്മൾ മിക്കവാറും കേട്ടിട്ടുണ്ടായിരിക്കും കേരള നടനം അല്ലെങ്കിൽ കഥകളി നടനം അല്ലെ. കഥകളിയിൽ നിന്നും ഉത്ഭവിച്ചൊരു നൃത്തരൂപം കൂടിയാണ് കേരള നടനം അല്ലെങ്കിൽ കഥകളി നടനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കഥകളിയിൽ നിന്നും ഉടലെടുത്തൊരു നൃത്തരൂപമാണ് കേരള നടനം അല്ലെങ്കിൽ കഥകളി നടനം. PSC ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് ഇത് തന്നെയായിരുന്നു. ഇതിന്റെ മറ്റൊരു പേരാണ് കഥകളി നടനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ കേരള നടനത്തിന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ എന്താണ്? കഥകളി നടനം എന്ന പേരിലാണ്. ആരാണ് ഉപജ്ഞാതാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുരു ഗോപിനാഥാണ് ഉപജ്ഞാതാവ്. ഇത് മാത്രമായിട്ട് PSC നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. കേരള നടനത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഗുരു ഗോപിനാഥാണ്. ഈ ഗുരു ഗോപിനാഥ് നടനഗ്രാമം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? വട്ടിയൂർക്കാവിൽ സ്ഥിതി ചെയ്യുന്നു. ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് ഏകദേശം പേർക്ക് അറിയാം തിരുവനന്തപുരം ജില്ലയിലാണ്. വട്ടിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ. അപ്പൊ ഇതാണ് കേരള നടനവുമായി ബന്ധപ്പെട്ട് PSC നമ്മളോട് കൂടുതൽ ചോദിച്ചിട്ടുള്ളവയെല്ലാം. കഥകളിയിൽ നിന്നും ഉടലെടുത്ത നൃത്തരൂപത്തെ നമ്മൾ കേരള നടനം എന്ന് വിശേഷിപ്പിച്ചു. അതിന്റെ മറ്റൊരു പേരാണ് കഥകളി നടനം എന്ന് നമ്മൾ പറഞ്ഞു. ഉപജ്ഞാതാവ് ചോദിക്കുകയാണെങ്കിൽ ഗുരു ഗോപിനാഥ് എന്ന് നമ്മൾ പഠിച്ചു. ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്ന വട്ടിയൂർക്കാവിലാണെന്ന് നമുക്കറിയാം. ഗുരു ഗോപിനാഥ് നടനഗ്രാമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് നമുക്കറിയാം അല്ലെ. ഇതാ ഒന്ന് രണ്ട് കാര്യം കൂടി ഒന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഗുരു ഗോപിനാഥിന്റെ പ്രധാന കൃതികൾ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതിലൊന്ന് കേരള നടനം അദ്ദേഹത്തിന്റെ കൃതിയാണ്. നടന കൈകളി അദ്ദേഹം എഴുതിയിരിക്കുന്ന ഗുരു ഗോപിനാഥിന്റെ കൃതിയാണ്. താളവും നടനവും എഴുതിയിരിക്കുന്നു. അഭിനയക്കുരം എന്നത് ഗുരു ഗോപിനാഥിന്റെ കൃതിയാണ്. അഭിനയ പ്രകാശിക എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയിരിക്കുന്നു ഗുരു ഗോപിനാഥ്. ഇതോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കുക ദ ക്ലാസിക്കൽ ഡാൻസ് പോസസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കൃതി അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഒരു കൃതിയാണ്. ദ ക്ലാസിക്കൽ ഡാൻസ് പോസസ് ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ്? ഗുരു ഗോപിനാഥിന്റെ കൃതിയാണ്. അപ്പോൾ അവിടെ ചോദ്യത്തിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, കേരള നടനം അല്ലെ. കേരള നടനം മനസ്സിൽ ആൻസർ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരാ? ഗുരു ഗോപിനാഥ്. കിട്ടും. ഗുരു ഗോപിനാഥാണ് കേരള നടനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് തന്നിരിക്കുന്നു അല്ലെ. ഇവിടെ നമുക്ക് കേരള നടനം ആരെ കൊണ്ടുപോകാം? അപ്പോൾ ഗുരു ഗോപിനാഥിനെ കൊണ്ടുവരാം. ഗുരു ഗോപിനാഥ്. ഓപ്ഷനിൽ തന്നിരിക്കുന്ന രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി, യക്ഷഗാനമാണ്. യക്ഷഗാനമാണ് നമുക്ക് വീണ്ടും തന്നിരിക്കുന്നത്. ഈ യക്ഷഗാനം ഒന്ന് ജസ്റ്റ് ഞാൻ ആ യക്ഷഗാനമാണ് അവയുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാറുണ്ട്. യക്ഷഗാനം എല്ലാം ചോദിക്കാറുണ്ട് അല്ലെ. യക്ഷഗാനത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സംസാരിക്കുന്ന കഥകളി എന്ന പേരിലാണ് അല്ലെ. സംസാരിക്കുന്ന കഥകളി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് യക്ഷഗാനമാണ്. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് യക്ഷഗാനം. കാരണം കഥകളിയുമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ഒരു കലാരൂപം കൂടിയാണ് ഈ യക്ഷഗാനം. അതുകൊണ്ട് അതിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? സംസാരിക്കുന്ന കഥകളി. നമ്മളല്ലാണ്ട് പഠിച്ചിട്ടില്ലേ പാവങ്ങളുടെ കഥകളി? ഓർമ്മയുണ്ടോ? പാവങ്ങളുടെ കഥകളി ഏതാ? അത് ഓട്ടം തുള്ളലാണ്. തുള്ളൽ. ഇതാണെങ്കിലോ സംസാരിക്കുന്ന കഥകളിയാണ് യക്ഷഗാനം. പാവങ്ങളുടെ കഥകളി ചോദിക്കുകയാണെങ്കിൽ ഓട്ടം തുള്ളലും, സംസാരിക്കുന്ന കഥകളി യക്ഷഗാനം. യക്ഷഗാനത്തിന്റെ പിതാവ് പാർത്ഥിസുബനാണ്. യക്ഷഗാനത്തിന്റെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പാർത്ഥിസുബനാണ്.
യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പാർത്ഥിസുമൻ. PSC യക്ഷഗാനത്തിന്റെ മറ്റൊരു പേര് ചോദിച്ചിട്ടുണ്ട്. യക്ഷഗാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബയലാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. ബയലാട്ടം എന്ന് അറിയപ്പെടുന്ന കലാരൂപം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് യക്ഷഗാനമാണ്. യക്ഷഗാനം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ബയലാട്ടം എന്ന പേരിലുണ്ട്. യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല LGS ലെവലിലൊക്കെ നമ്മളോട് ചോദിക്കുന്നത് യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാ? കാസർഗോഡാണ്. മാറിപ്പോരുത്. കേരളത്തിലെ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് ജില്ലയാണ്? കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിലെ യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ലയാണ്. യക്ഷഗാനം പ്രചാരത്തിലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടക. മാറരുത്. യക്ഷഗാനം പ്രചാരത്തിലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കർണാടകയും, യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് കാസർഗോഡ് ജില്ലയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രധാന വാക്യ വിവരണങ്ങൾ എന്ന് പരിചയപ്പെടാം. ചെണ്ടയുണ്ട്, മദ്ദളമുണ്ട്, ഇലത്താളമുണ്ട്. യക്ഷഗാനത്തിന് ചെണ്ട, മദ്ദളം, ഇലത്താളം ഇതെല്ലാം ഉപയോഗിക്കുന്നു. അപ്പൊ സംസാരിക്കുന്ന കഥകളിയിൽ നിന്ന് നമ്മൾ പഠിച്ചു. മറ്റൊരു പേര് ബയലാട്ടം എന്ന പേരിൽ പരിചയപ്പെട്ടു. പിതാവ് ചോദിക്കുകയാണെങ്കിൽ പാർത്ഥിസുഭനാണ്. യക്ഷഗാനം പ്രചാരത്തിലുള്ള ഇന്ത്യയിലെ സംസ്ഥാന കർണാടകയും, യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് കാസർഗോഡ് ജില്ലയാണ്. പ്രധാന വാദ്യോപകരണങ്ങളായിരുന്നു ചെണ്ട, മദ്ദളം, ഇലത്താളം. അപ്പൊ പാവങ്ങളുടെ കഥകളിയാണെങ്കിലോ അത് ഓട്ടം തുള്ളലാണ്. പാവങ്ങളുടെ കഥകളിയാണ് ഓട്ടം തുള്ളൽ. അപ്പൊ ഇനി നമുക്ക് ആ ക്വസ്റ്റിലോട്ട് ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരൂ. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? യക്ഷഗാനം അല്ലേ? നമ്മൾ പഠിച്ചു. പിതാവ് ചോദിക്കണമെങ്കിൽ ആരാണ്? പാർത്ഥിസുഭനാണ് പിതാവ് അല്ലേ? ശേഷം നമുക്ക് തന്നിരിക്കുന്നത് ഓപ്ഷനിൽ ചവിട്ടു നാടകമാണ് അല്ലെ? ചവിട്ടു നാടകം. ഈ പ്രാവശ്യം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് പ്രിലിംസിനും ചവിട്ടു നാടകത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അല്ലേ? ചവിട്ടു നാടകം അല്ലെ? കേരളത്തിലെ ലാത്തീൻ ക്രൈസ്തവർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു കലാരൂപമാണ് ചവിട്ടു നാടകം. അല്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു പ്രധാന കലാരൂപമാണ് നമ്മളെ അറിവിൽ നമുക്കറിയാം ചവിട്ടു നാടകം അല്ലെ? ഇനി മറ്റൊരു കാര്യം കൂടി PSC ചോദിച്ചു. എന്താ? യൂറോപ്യൻ അല്ലെ? യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം. അപ്പൊ യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം ചോദിച്ചാൽ ഏത് തന്നെയാണ്? ചവിട്ടു നാടകം തന്നെയാണ്. അപ്പൊ യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കലാരൂപമാണ് ചവിട്ടു നാടകം. ചവിട്ടു നാടകം ഇന്ത്യയിൽ കൊണ്ടുവന്നത് എത്ര തവണ PSC ചോദിച്ചു? ഇന്ത്യയിൽ കൊണ്ടുവന്നത് ചവിട്ടു നാടകം പോർച്ചുഗീസുകാരാണ്. ചവിട്ടു നാടകം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ആ ചവിട്ടു നാടകത്തിന്റെ മറ്റൊരു പേരാണ് തട്ടുപൊളിപ്പൻ നാടകം. ചവിട്ടു നാടകം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില സിനിമയിലൊക്കെ അല്ലെ? സോ ഇങ്ങനെ നാടകം ഒരു സ്റ്റേജിൽ അവർ ഇങ്ങനെ ചവിട്ടി നാടകം അവതരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ തട്ട് പൊളിഞ്ഞു പോകും എന്ന് ചിന്തിച്ചാലും മതി. അപ്പൊ ചവിട്ടു നാടകത്തിന്റെ മറ്റൊരു പേര് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? തട്ടുപൊളിപ്പൻ നാടകമാണ്. ചവിട്ടു നാടകത്തിന്റെ മറ്റൊരു പേരാണ് തട്ടുപൊളിപ്പൻ നാടകം. കേരളത്തിൽ ചവിട്ടു നാടകത്തിന്റെ ആചാര്യം ചോദിക്കുകയാണെങ്കിൽ ചിന്നത്തമ്പി അണ്ണാദിയാണ്. നമുക്കൊരു പക്ഷേ ഓപ്ഷനിൽ ചിന്നത്തമ്പി പിള്ള എന്നായിരിക്കും തരിക. ചിന്നത്തമ്പി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടു നാടകത്തിൽ അങ്ങ് വീണോളാം. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ചിന്നത്തമ്പി അണ്ണാവി താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏത് തന്നെ എഴുതണം? ചവിട്ടു നാടകം തന്നെ എഴുതണം. പേരൊക്കെ വെച്ച് നമ്മൾ ഓപ്ഷനിൽ നിന്ന് ഗസ് ചെയ്ത് എഴുതുന്ന ചില പരിപാടിയൊക്കെ നമ്മളെ പൊടിക്രിയൊക്കെ നമ്മളിലൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? ചിന്നത്തമ്പി, തമ്പി അണ്ണാവി, അണ്ണാവി അണ്ണാച്ചി, ചിന്നത്തമ്പി തമിഴ് അല്ലെ? പാണ്ടി പേരുമായിട്ടൊക്കെ നമുക്ക് തമിഴ് പേരുമായിട്ടൊക്കെ ടച്ചിലാണ്. അപ്പൊ വല്ല കനകാട്ടോ മയിലോട്ടൊക്കെ അടിക്കാനൊക്കെ തോന്നും. ചെയ്യരുത്. ചിന്നത്തമ്പി അണ്ണാവി ഏത് കലാരൂപം എന്ന് ചോദിച്ചാൽ ഏത് കലാരൂപമാണ്? ചവിട്ടു നാടകമാണ്. PSC ചോദിച്ച ചോദ്യം കേരളത്തിലെ ആദ്യ ചവിട്ടു നാടകം. കേരളത്തിലെ ആദ്യ ചവിട്ടു നാടകമാണ് കാറൽ മാൻ ചരിതം. നമ്മുടെ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് കാറൽ മാൻ ചരിതം. കേരളത്തിലെ അവതരിപ്പിച്ച ആദ്യ ചവിട്ടു നാടകമാണ് കാറൽ മാൻ ചരിതം. അതോടൊപ്പം നമ്മൾ 2 ചരിതങ്ങൾ പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? ജനോവ ചരിതം, നെപ്പോളിയൻ ചരിതം. ഇതൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്ന ചവിട്ടു നാടകങ്ങളാണ്. ജനോവ ചരിതം, നെപ്പോളിയൻ ചരിതം. ജനോവയാണ്. ജനോവ ചരിതം, നെപ്പോളിയൻ ചരിതം കേരളത്തിൽ ഉണ്ടായിരുന്ന ചവിട്ടു നാടകങ്ങളാണ്. ഈ ചവിട്ടു നാടകങ്ങൾ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലകൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ പറയേണ്ടത്. ഇവിടെയെല്ലാം ചവിട്ടു നാടകം പ്രചാരത്തിലുണ്ടായിരുന്നു. കോട്ടയത്തുണ്ട്, ആലപ്പുഴയിലുണ്ട്, എറണാകുളം, തൃശൂർ ഇതെല്ലാം ചവിട്ടു നാടകങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ലകളാണ്. അപ്പോൾ ചവിട്ടു നാടകം ചവിട്ടു നാടകത്തിന്റെ ആചാര്യം ചോദിക്കാം ആരാണ്? ചിന്നത്തമ്പി അണ്ണാവിയാണ്. PSC ഇവിടെ നമ്മളോട് തന്നിരിക്കുന്നത് ചിന്നത്തമ്പി പിള്ളയാണ്. ചിന്നത്തമ്പി തമ്പി.
ചിന്നത്തമ്പി അണ്ണാവി അല്ലെ, ചവിട്ട് നാടകം കിട്ടും. പിന്നെ ഉള്ളതൊരു കൂടിയാട്ടമാണ്. ഈ കഴിഞ്ഞ എക്സാമിന് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് നോക്കണമെങ്കിൽ കൂടിയാട്ടം എത്ര തവണ VS ചോദിച്ചിരിക്കുന്നു കൂടിയാട്ടം അല്ലെ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ കലാരൂപമെന്നോ ആദ്യ കേരളീയ കലാരൂപമോ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്, അത് കൂടിയാട്ടമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ കേരളീയ കലാരൂപം ചോദിച്ചാലും ആദ്യ ഭാരതീയ കലാരൂപം ചോദിച്ചാലും ഏത് തന്നെയാണ്, കൂടിയാട്ടം തന്നെയാണ്. കൂടിയാട്ടത്തെ യുനെസ്കോ വിശേഷിപ്പിച്ചത് അനശ്വര പൈതൃകത്തിന്റെ മഹത് കലാസൃഷ്ടി എന്നാണ്. അപ്പൊ അനശ്വര പൈതൃകത്തിന്റെ മഹത് കലാസൃഷ്ടി എന്ന് യുനെസ്കോ പ്രഖ്യാപിച്ച ഭാരതീയ കലാരൂപം ചോദിച്ചാലും കേരളീയ കലാരൂപം ചോദിച്ചാലും അത് കൂടിയാട്ടമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ കലാരൂപവും കേരളീയ കലാരൂപവും കൂടിയാട്ടമാണ്. വർഷം ഓർത്ത് വെച്ചോളുക, 2001 PSC ഇതും ചോദിച്ച ചോദ്യമാണ്, 2001. ആ കൂടിയാട്ടത്തിന് നമുക്ക് 2 വിശേഷണങ്ങളുണ്ട്. അഭിനയത്തിന്റെ അമ്മയെന്നും കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന കലാരൂപം കൂടിയാട്ടമാണ്. അഭിനയത്തിന്റെ അമ്മയെന്നും കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന കലാരൂപം ചോദിച്ചാൽ ഏതാണ്, കൂടിയാട്ടമാണ്. കലകളുടെ രാജാവും രാജാക്കന്മാരുടെ കലയും ചോദിച്ചു കഴിഞ്ഞാൽ അത് കഥകളിയാണ്. കഥകളി എങ്ങനെ, കലകളുടെ രാജാവ്, പിന്നെ രാജാക്കന്മാരുടെ കല അല്ലെ, അത് കഥകളിയാണ്. ഇനി അറിഞ്ഞിരിക്കണം കൂടിയാട്ടത്തിന്റെ കുലപതി. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അമ്മന്നൂർ മാധവ സാക്യാർ. ഓപ്ഷനിൽ നമുക്ക് മണി മാധവ സാക്യാർ എത്തരാം. അഭിനയത്തിന്റെ അമ്മ, അപ്പൊ നമ്മൾ അവിടെ നിന്ന് കുലപതി അമ്മ, അമ്മന്നൂർ മാധവ സാക്യാർ, അതായത് എഴുതാൻ വേണ്ടിയിട്ടാണ് മാധവ സാക്യാർ. കൂടിയാട്ടത്തിൽ പുരുഷ കഥാപാത്രമാണ് സാക്യാർ, കൂടിയാട്ടത്തിൽ സ്ത്രീ കഥാപാത്രമാണ് നങ്ങിയാർ അല്ലെ. PSC നമ്മളോട് ചാക്യാർ എതിർലിംഗം ഏതെന്ന് ചോദിക്കും, ചാക്യാർ എതിർലിംഗം സ്ത്രീലിംഗം ഏതെന്ന് ചോദിക്കും. മനസ്സിൽ ഇപ്പൊ നങ്ങിയാർ എന്ന് വന്ന് കാണും, എഴുതരുത്. ചാക്യാർ ഇല്ലോടമ്മ, ഇല്ലോടമ്മ അല്ലെങ്കിൽ ചില്ലോടമ്മ. നങ്ങിയാർ നമ്പിയാർ. അപ്പൊ പുരുഷ കഥാപാത്രം ചാക്യാരും സ്ത്രീ കഥാപാത്രം നങ്ങിയാരും. കൂടിയാട്ടം പൂർണ്ണമായിട്ടും അവതരിപ്പിക്കാൻ വേണ്ട ദിവസം 41 ദിവസം വേണം. ഇന്നത്തെ പോലെ നമ്മുടെ ഫോണോ മറ്റു മാധ്യമങ്ങളോ ഇന്നത്തെ പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണോ മറ്റു മാധ്യമങ്ങളോ ഒന്നും പണ്ടത്തെ കാലത്തില്ല. അവരിപ്പോ കൂടിയാട്ടം ഉണ്ടെങ്കിൽ അത് പോയിരുന്ന് അങ്ങോട്ട് കാണുക, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. അപ്പൊ കൂടിയാട്ടം പൂർണ്ണമായിട്ട് അവതരിപ്പിക്കേണ്ട ദിവസം ചോദിക്കാൻ 41 ദിവസമാണ്. കൂടിയാട്ടം അവതരിപ്പിക്കുന്ന സ്ഥലം അറിയപ്പെടുന്ന പേര് ചോദിക്കണമെങ്കിൽ കൂത്തമ്പലമാണ്. കൂത്തമ്പലം. കൂടിയാട്ടം അവതരിപ്പിക്കുന്ന സ്ഥലം അറിയപ്പെടുന്ന പേര് ചോദിക്കണമെങ്കിൽ കൂത്തമ്പലമാണ്. PSC നമ്മളോട് ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. കൂത്തിനും കൂടിയാട്ടത്തിനും ഉപയോഗിക്കുന്ന പ്രധാന വാദ്യ ഉപകരണം കാണാൻ പറ്റുന്നുണ്ടല്ലോ, മിഴാവ്. ഇതാണ് മിഴാവ്. കൂത്തിനും കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, മിഴാവാണ്. കൂത്തിനും കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവാണ്. അതോടൊപ്പം 1-2 വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം. ഇതെല്ലാം നമുക്ക് കൂടിയാട്ടത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഇടയ്ക്കയുണ്ട്, ശംഖുണ്ട്, കുറുങ്കുഴലുണ്ട്, കുഴിത്താളമുണ്ട്. അപ്പൊ കുലപതി അമ്മന്നൂർ മാധവ സാക്യാർ. പുരുഷ കഥാപാത്രത്തെ നമ്മൾ ചാക്യാരെന്നും സ്ത്രീ കഥാപാത്രത്തെ നമ്മൾ നങ്ങിയാരും എന്ന് വിശേഷിപ്പിച്ചു. അവതരിപ്പിക്കാനുള്ള ദിവസം 41 ദിവസമാണ്. കൂടിയാട്ടം അവതരിപ്പിക്കുന്ന സ്ഥലം അറിയപ്പെടുന്ന പേര് കൂത്തമ്പലം എന്ന പേരിലാണ്. കൂത്തിനും കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണത്തെ നമ്മൾ മിഴാവ് എന്ന് വിശേഷിപ്പിച്ചു. കൂടിയാട്ടത്തിലെ പ്രധാന വാദ്യോപകരണങ്ങളായിരുന്നു ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം. ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അറിഞ്ഞിരിക്കണം നമ്മളോട് PSC ചോദിച്ച പ്രധാന മറ്റൊരു ചോദ്യം, കൂടിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കൃതി ഏതെന്നാണ്. കൂടിയാട്ടത്തിന്റെ അമ്മ. PSC നമ്മളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു, കൂടിയാട്ടം ആധികാരികമായി എഴുതിയിരിക്കുന്ന ഗ്രന്ഥം ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം അല്ലെ. കൂടിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കൃതിയാണ് നാട്യകൽപദ്രുമം എന്നറിയപ്പെടുന്ന കൃതി. PSC നമ്മളോട് ചോദിച്ചത് കൂടിയാട്ടം ആധികാരികമായി എഴുതിയിരിക്കുന്ന ഗ്രന്ഥം ഏത്.
നാട്യകൽപദ്രുമം ആരെഴുതി? മാണി മാധവ സാക്യാർ എഴുതിയിരിക്കുന്ന കൃതിയാണ്. മാണി മാധവ സാക്യാർ എഴുതിയിരിക്കുന്ന കൃതിയാണ് നാട്യകൽപദ്രുമം. ഓർമ്മയുണ്ടോ? സിവിൽ എക്സൈസ് ഓഫീസറിന് PSC മാണി മാധവ സാക്യാർ നമ്മളോട് സ്റ്റേറ്റ്മെന്റിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മാണി മാധവ സാക്യാർ തന്നിരിക്കുന്നത് കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നാണ്. ആ സ്റ്റേറ്റ്മെന്റിൽ യെസ്, കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മാണി മാധവ സാക്യാർ. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. മാറരുത്. കൂടിയാട്ടത്തിന്റെ കുലപതി ചോദിക്കുകയാണെങ്കിൽ അമ്മന്നൂർ മാധവ സാക്യാറും നാട്യകൽപദ്രുമം എഴുതിയിരിക്കുന്നത് മാണി മാധവ സാക്യാരുമാണ്. ഡിഗ്രി ലെവലിന് PSC നമ്മളോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കേരളീയ ദൃശ്യകലാരൂപങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ ഓരോ കഥാപാത്രവും കാണിക്കേണ്ട ആംഗ്യമുദ്രാഭിനയ രീതികളെ വിവരിക്കുന്ന കൃതി ആട്ടപ്രകാരം. കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കേരളീയ ദൃശ്യകലാരൂപങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ ഓരോ കഥാപാത്രവും കാണിക്കേണ്ട ആംഗ്യമുദ്രാഭിനയ രീതികളെ വിവരിക്കുന്ന കൃതി ഏതാണ്? ആട്ടപ്രകാരമാണ്. ആട്ടപ്രകാരം ഒന്ന് ഓർത്ത് വെച്ചോളുക. PSC അതൊക്കെ ഇനി നമ്മളോട് വീണ്ടും ചോദിക്കാവുന്നതാണ്. ഞാൻ ഒന്ന് രണ്ട് കൂടിയാട്ടം കൃതികൾ എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം കൂടിയാട്ടം ഒരു സംസ്കൃത നാടകമാണ്, അല്ലേ? കൂടിയാട്ടം ഒരു സംസ്കൃത നാടകമാണ്. നോക്കൂ, ഒന്ന് രണ്ട് കൂടിയാട്ടം കൃതികളാണ്. ഒന്ന് ശൂർപ്പണാംഗം, മന്ത്രാംഗം, അശോകവനികാംഗം, മത്തവിലാസം, പർണശാലാംഗം, അങ്കുലീയാംഗം, അംഗം, അംഗം, ഗം, ഗം, ഗം. അവസാനം എല്ലാത്തിനും ഇംഗം എന്ന് വരുമ്പോ ഇതെല്ലാം കൂടിയാട്ട ഗ്രന്ഥമാണ് എന്ന് എഴുതി വെക്കരുത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ശൂർപ്പണാംഗം, മന്ത്രാംഗം, അശോകവനികാംഗം, മത്തവിലാസം, പർണശാലാംഗം, അങ്കുലീയാംഗം എല്ലാം കൂടിയാട്ട ഗ്രന്ഥങ്ങളാണ്. ഒന്ന് ഓർത്ത് വെച്ചു കൊടുക്കാം. ഇനി അറിഞ്ഞിരിക്കണം, കൂത്തിനും കൂടിയാട്ടത്തിനും കഥകളിക്കും പ്രചോദനം നൽകിയ നമ്മളുടെ പ്രധാനപ്പെട്ട സംഘടനയുണ്ട്, മാർഗി. കേട്ടിട്ടുണ്ടായിരിക്കും. കൂടിയാട്ടത്തിനും കഥകളിക്കും പ്രചോദനം നൽകുന്ന സംഘടനയാണ് മാർഗി. മാർഗി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം, കാര്യം കൂടിയാട്ടം ഒരു സംസ്കൃത നാടകമാണ്. കൂടിയാട്ടം ഒരു സംസ്കൃത നാടകമാണെങ്കിലും കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കുവാൻ അവകാശമുള്ള വ്യക്തിയുണ്ട്. ആരാ? വിദൂഷകൻ, അല്ലെ? കൂടിയാട്ടം ഒരു സംസ്കൃത നാടകമാണ്, എന്നാൽ കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള വ്യക്തി ആരാണ്? വിദൂഷകനാണ്. നോക്കിയോ, മാർഗി നമ്മൾ പഠിച്ചു. കൂടിയാട്ടത്തിനും കഥകളിക്കും പ്രചോദനം നൽകുന്ന സംഘടനയാണ് മാർഗി. മാർഗി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥമാണ് സാർവലൗകികമായ സൗന്ദര്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം, അല്ലെ? നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് ആവശ്യത്തിലധികം സൗന്ദര്യം തന്നിട്ടുണ്ട്. അപ്പൊ മാർഗി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ചോദിക്കുകയാണെങ്കിൽ സാർവലൗകികമായ സൗന്ദര്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം എന്നാണ്. ഇനി ആരാണ് മാർഗി സ്ഥാപിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ D. അപ്പുകുട്ടൻ നായരാണ് മാർഗി സ്ഥാപിക്കുന്നത്. മാർഗിയുടെ ആസ്ഥാനവും തിരുവനന്തപുരം തന്നെയാണ്. മാർഗിയുടെ ആസ്ഥാനം നമ്മൾ തുടക്കത്തിൽ ഒരു കാര്യം പഠിച്ചായിരുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് മാർഗിയെ കൂടിയാട്ടത്തെ 2001 പഠിച്ചു. അപ്പൊ 2001 യുനെസ്കോയിൽ കൂടിയാട്ടം അവതരിപ്പിച്ച വ്യക്തിയാണ് മാർഗി സതി. മാർഗി സതി 2001 യുനെസ്കോയിൽ കൂടിയാട്ടം അവതരിപ്പിച്ച വ്യക്തിയാണ് മാർഗി സതി. മാർഗി സതിയുടെ ആത്മകഥയാണ് തന്നിരിക്കുന്നത് രംഗശ്രീ, കുടുംബശ്രീ, അല്ലെ? PSC ചോദിച്ച ചോദ്യം കുടുംബശ്രീ പ്രവർത്തകരുടെ കലാ യൂണിറ്റ് അറിയപ്പെടുന്ന പേര്, അതും രംഗശ്രീ. അതാ പറഞ്ഞത്, രണ്ടും കിട്ടണം. PSC ചോദിച്ച ചോദ്യമാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ നാടക യൂണിറ്റ്, കലാ യൂണിറ്റ് അറിയപ്പെടുന്ന പേര് രംഗശ്രീ എന്നാണ്. മാർഗി സതിയുടെ ആത്മകഥ അത് രംഗശ്രീ എന്നാണ്, രംഗശ്രീ. അപ്പോ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ കേരളീയ കലാരൂപവും ചോദിച്ചാലും ആദ്യ ഭാരതീയ കലാരൂപവും ചോദിച്ചാലും അത് കൂടിയാട്ടമാണ്.
യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കേരളീയ കലാരൂപം അല്ലെ. രണ്ടാമത്തെ കേരളീയ കലാരൂപമാണ് മുടിയേറ്റ് അല്ലെ. മുടിയേറ്റ് PS ചോദിച്ചതാ. മുടിയേറ്റിന്റെ ഇതിവൃത്തമല്ല PS നമ്മളോട് ചോദിച്ചു. കാളി ദാരിക യുദ്ധം അല്ലെ. ഏത് വർഷം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി? 2010 മുടിയേറ്റിനെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. മുടിയേറ്റിനെ ഓർത്ത് വെച്ചോട്ടെ. അപ്പൊ അവിടെ നമ്മൾ ഓപ്ഷനിൽ തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായിരുന്നു? കൂടിയാട്ടമായിരുന്നു. ഓർമ്മയുണ്ടല്ലോ, കൂടിയാട്ടം നമ്മളോട് തന്നു. ഗുരുമണി മാധവ സാക്യാർ എന്നാണ് PS നമ്മളോട് തന്നിരിക്കുന്നത്. മണി മാധവ സാക്യാർ അല്ലെ. നോക്കൂ, ഒരു മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് കിട്ടേണ്ട കാര്യമാണ് അല്ലെ. ഓപ്ഷനിലോട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ്. 1, 2 വരുന്ന കഥ അല്ലെ. കേരള നടനം ഗുരു ഗോപിനാഥ്. നോക്കൂ, കേരള നടനം ഗുരു ഗോപിനാഥ്. അത് മാത്രം നോക്കിയിരുന്നാ മതിയടാ, കിട്ടും. ശരി, ഇനി കേരള നടനം എല്ലാവർക്കും കിട്ടും അല്ലേ? കിട്ടണം. നോക്കൂ, 2, 4 യക്ഷഗാനം പാർത്ഥിസുബൻ കിട്ടണം. യക്ഷഗാനം പാർത്ഥിസുബൻ കിട്ടണം. 3 ചവിട്ടി നാടകം അല്ലെ. ചവിട്ടി നാടകം ചിന്നത്തമ്പി അണ്ണാവി എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ ഓപ്ഷനിൽ പിള്ള എന്ന് കൊടുത്തിരിക്കുന്നു. 3, 1 ചിന്നത്തമ്പി അണ്ണാവി. കൂടിയാട്ടം അല്ലെ. കൂടിയാട്ടം എന്ന് പറയുന്നത് ഒരു പ്രസിദ്ധമായിരിക്കുന്ന സംസ്കൃത നാടകമാണ്. ഉപജ്ഞാതാവ് നമുക്ക് കൂടിയാട്ടത്തിന്റെ കുലപതി അമ്മന്നൂർ മാധവ സാക്യാർ. പക്ഷെ നമ്മളോട് തന്നിരിക്കുന്ന ഓപ്ഷൻ ഗുരുമാണി മാധവ സാക്യാർ എന്നാണ് അല്ലെ. കൂടിയാട്ടത്തിലെ പുരുഷ കഥാപാത്രം സാക്യാർ എന്നൊക്കെ നമ്മൾ പഠിച്ചു. 4 ഇത് തന്നെ. 3 അല്ലേ. കൂടിയാട്ടം അറിഞ്ഞിരുന്നാലും മതി, നമുക്കിത് കിട്ടും. 4, 3 വരുന്ന വേറെ ഓപ്ഷൻ ഇല്ല. കേരള നടനം നോക്കിയിരുന്നാലും നമുക്ക് കിട്ടും. കേരള നടനം 1, 2 ഓപ്ഷൻ വരുന്ന വേറെ ഒന്നുമില്ല. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ PS നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടേണ്ടതാണ്. 1 അറിഞ്ഞിരുന്നാലും മതി. നോക്കൂ, കേരള നടനം അറിഞ്ഞിരുന്നാൽ മതി, കിട്ടും. യക്ഷഗാനത്തിന്റെ പിതാവ് പാർത്ഥിസുബൻ എന്നോണ്ട് 2 വേറെ 4 ഓപ്ഷൻ വരുന്ന ഒന്നുമില്ലണം. 3 നോക്ക്, ഇവിടെ 2 ഉണ്ട്. 4 നോക്ക്, വേറെ ഒന്നുമില്ല. 4, 3 എന്നുള്ളത് അല്ലെ. ഗുരുമാണി മാധവ സാക്യാർ എന്നുള്ളത് വേറെ ഒന്നുമില്ല. ആൻസർ ഏതാണ് അപ്പോൾ? നോക്കൂ, 1 പ്രവർത്തിച്ചാൽ 1 മാർക്ക് നിസ്സാരമായി കൊണ്ടുപോകാം. അപ്പൊ ഇനി വരുന്ന എക്സാമിനൊക്കെ ഈ വക ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? പ്രതീക്ഷിച്ചു കൊള്ളുക. തീർച്ചയായിട്ടും PS ചോദിക്കും, യാതൊരു സംശയം വേണ്ട. അപ്പൊ ഇന്നത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.